ഹായ് ഫ്രണ്ട്സ്, അപ്പം ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മീനിടാത്ത മീൻ കറിയാണ്. അപ്പോൾ അതിലേക്കായിട്ട് എടുത്തേക്കുന്നത് കുറച്ച് സവാള, ചെറിയ ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, തക്കാളി, പുളി ഇത്രയാണ്. അപ്പോൾ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളിയെടുത്ത് നമ്മൾ വെള്ളത്തിൽ കുതിർക്കാനായിട്ടിടുക. അതിനുശേഷം ഒരു അരമുറി തേങ്ങയിൽ എടുക്കുക. അതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് അരച്ചെടുത്ത് മാറ്റി വെക്കുക. അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് കടുക് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ ഈ എടുത്ത് വെച്ചേക്കുന്ന സവാളയും ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് ഒന്നിളക്കുക. അതിനുശേഷം അതിലേക്ക് ഇഞ്ചി, തക്കാളി, പച്ചമുളക് ഇത്രയും കൂടി ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം അടി പിടിക്കാതെ തന്നെ നമ്മൾ നല്ലോണം ഇളക്കി വേവിക്കുക. ഈ കൂട്ട് വെന്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചേക്കുന്ന കൂട്ടും കൂടി ചേർത്ത് കൊടുക്കുക. തേങ്ങ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് അരച്ച് വെച്ചേക്കുന്ന കൂട്ടും കൂടി നമ്മൾ അതിലേക്ക് ഒഴിച്ച് പുളിയും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ഇത്രയും കൂടി നമ്മൾ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് തിളപ്പിക്കണം. ഇഞ്ചി നമുക്ക് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. അതിൽ ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും ഇഞ്ചി ചേർക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇത് തിളച്ചതിന് ശേഷം നന്നായിട്ട് തിളച്ചതിന് ശേഷം മാറ്റി വെക്കുക. അതിനുശേഷം കടുക് വറുക്കാനായിട്ട് പാത്രത്തിലേക്ക് എണ്ണ, കടുക്, ചെറിയ ഉള്ളി, മുളക്, കറിവേപ്പില ഇത്രയും ചേർത്ത് കടുക് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന മീൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പം നമ്മുടെ മീനിടാത്ത മീൻ കറി റെഡി.